ഈ നദിയെ കുറിച്ചല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഫ്ലോറൻസ് സിറ്റിയെയും പിസ സിറ്റിയെയും പാസ് ചെയ്യുന്ന റിവറാണ് കേട്ടോ വാർണോ റിവർ. ഫ്ലോറൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റി ആണെന്ന് കേട്ടു. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് പോവാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ അടുത്ത പ്രാവശ്യം പോകും കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിലേക്ക്. ഇപ്പൊ നമ്മുടെ ചക്കു ആണ് ക്യാമറമാൻ. സൈഡിൽ കണ്ടോ കൊറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും സൊവനിയേഴ്സും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. സോ ഗായ്സ്, നമുക്കിപ്പോ പിസ കാത്തഡ്രൽ കാണാനുണ്ട്. ഈ പിസ കാത്തഡ്രൽ ലീനിങ് ടവർ ഓഫ് പിസയുടെ അടുത്താണ്. സോ അതിനർത്ഥം നമ്മള് ലീനിങ് ടവർ ഓഫ് പിസയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ സൈഡിൽ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ദാ നോക്കൂ, ഇതാണ് പിസയിലെ ചെരിഞ്ഞ ഗോപുരം. ഗായ്സ്, സൈഡിൽ എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇത് വേറെ ഒന്നുമല്ല ഗൈസ്, ഇത് നമ്മുടെ പിസയുടെ മുകളിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ ഒരു ലൈനാണ്. സോ നമ്മൾ നേരെ ബാക്കിൽ വന്ന് നിന്നു. അണ്ടർ 8 years ഉള്ള കുട്ടികളെ നോക്കൂ എന്തൊരു ഹൈറ്റ് ആണല്ലേ ഗൈസ്. ലൈൻ ചെയ്ത് കടന്നു അവിടെ വരെ എത്തണം കേട്ടോ. നാലേ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്റ്റിൽ വെയിറ്റ്. സ്റ്റാർട്ടിങ്. ലെറ്റ്സ് ഗോ. ഗായ്സ്, അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇവിടെ കുറെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ലൈക്ക് ഹിസ്റ്ററി ഒക്കെ. നമ്മുടെ ലീനിങ് ടവർ ഓഫ് പിസ 4 ഡിഗ്രി ലൈനിലാണ് കേട്ടോ ഇപ്പൊ ഉള്ളത്. സോ ഗായ്സ്, പിസയുടെ മുകളിൽ കയറാനായിട്ട് നമുക്ക് 296 സ്റ്റെപ്പ് കയറണം കേട്ടോ. എന്തായാലും വരൂ, നമുക്ക് കയറാം. സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കരമായിട്ട് ചെരിഞ്ഞ പോലെ ഇരിക്കണേ. എന്തായാലും ബിൽഡിങ്ങിന് ചെരിവുണ്ടല്ലോ, അപ്പൊ സ്റ്റെപ്സിനുണ്ടാവും നോർമൽ. ഗൈസ്, ഞാൻ വിചാരിച്ചത് സ്റ്റെപ്പൊക്കെ ഭയങ്കര ഇടുങ്ങിയതാവും. ലൈക്ക് അറ്റ് ടൈം 2 സൈഡിൽ നിന്നും ആൾക്കാർക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനൊന്നുമല്ല, ഇപ്പൊ 2 സൈഡിൽ നിന്നും പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ മുകളിലെത്തുമ്പോ എന്താവുമെന്ന് നോ ഐഡിയ ഗൈസ്. ലെറ്റ്സ് സീ.
ഗായ്സ് അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മുകളിൽ വന്നപ്പോ ലൈക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി ഉണ്ട്. ഇതിന് വിഷയങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാവും. സോ നമ്മൾ ഇപ്രാവശ്യം ആ ടാസ്ക് വേണ്ട വയ്ക്കുകയാണ് ഗൈസ്. എന്തൊരു ക്രൗഡഡ് ഏരിയയിൽ നോക്കൂ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് ഹോൾ ഇറ്റലി കാണാം ചുറ്റി ഇറങ്ങിയുണ്ട്. എൻ്റെ ഷൂലി സോ ഗൈസ്, അടിയിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകള്. ഈ ചെരിഞ്ഞ മോണുമെന്റ് മുകളിലെത്തുമ്പോൾ ചെരിവില്ല, ലൈക്ക് സ്റ്റേബിളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട മണിയൊക്കെ അവിടെ. നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവാം. അമ്മ വരൂ, കമോൺ കമോൺ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോവാം. ഞാൻ വെച്ചിട്ടാണ്. കമോൺ അമ്മൂമ്മ. സോ ഗൈസ്, നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തി. നല്ല കാറ്റുണ്ട് കണ്ടോ. ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്ന് പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച് കണ്ടു. ബെസ്റ്റ് കൂടെ ഇറങ്ങാം. നമ്മളിവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് പിക്ചേഴ്സൊക്കെ എടുത്തു. റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം എന്താ താഴത്ത് പോകണം വെച്ചേക്ക്. നല്ല പേടിയുണ്ട് താഴത്ത് പോകാൻ. നേരം പോകും. കൂടെ ഒറ്റ പാസ് ചെയ്യാൻ പറ്റും. പറഞ്ഞു വീഴും. നല്ല സെക്ഷൻ കൊണ്ടുവരാൻ പറഞ്ഞില്ല. ആദ്യം തന്നെ സർക്കിളാണ്. സ്റ്റെപ്പാണ് വലിയ താഴത്തെപ്പോ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ഞാൻ തന്നത് അതുകൊണ്ട് കുറച്ച് ക്ലയൻസ് നമ്മളിവിടെ എത്തി. ഇതാദ്യം കണ്ട സ്ഥലം വിചാരിച്ചു. ഇത് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് വന്നപ്പോ കണ്ടതാണ്. നമ്മൾ വന്നപ്പോൾ നോട്ടീസ് വീഡിയോയിൽ എടുത്തോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിതും കൂടി ഒന്ന് ചുറ്റിട്ട് പോകും. എന്തായാലും ചെറിയ സ്ഥലത്തേക്ക് എന്തല്ലേ എൻ്റെ അമ്മയെ കാണുന്നില്ല. വയസ്സ് കണ്ടുപിടിച്ചു നമുക്കൊന്ന് ചുറ്റാമേ വരൂ. എന്നിട്ട് താഴത്തേക്ക് വരാം ഒരു വട്ടം കൂടി പോകും. നല്ല ഭംഗിയുണ്ട്. സ്റ്റെപ്പ് ഭയങ്കര കുത്തനെ. അത് കണ്ട ആൾക്കാരെങ്ങനെയാണോ ഇറങ്ങണേ, നമ്മളങ്ങനെ തന്നെ ഇറങ്ങണ്ടേ. എന്നാലും
ഗൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ആദ്യം കണ്ട് ഏരിയയിലേക്ക് എത്തി. സോ നമുക്ക് പുറത്തേക്ക് പോകാം കേട്ടോ. ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് കയറ്റണേ. ഈ ഫോണിന് ടിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടത് കാരണമാണ് ഞങ്ങൾ ആ ഒരു പോർഷൻ എടുക്കുന്നത്. എക്സിറ്റ്. ഒരാൾക്ക് 20 euro ആണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. ലൈക്ക് നമ്മുടെ നാട്ടിലെ 2000 rupees. ചക്കൂനെ പപ്പേനെ ഒക്കെ കണ്ടുപിടിക്കണം.